ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലാതെയും നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ഷവർമയുടെയൊക്കെ ഒരു മോഡലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഒരു ചെറിയ കഷ്ണം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാബേജാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്, ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ്. കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മയണൈസാണ്. ഇതിപ്പോൾ ഹോം മെയ്ഡ് മയണൈസാണ്. ഒരു 2 മുട്ടയും ഒരു ചെറിയ അല്ലി ഗാർലിക്, വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ഓയിലും കുറച്ച് നാരങ്ങനീരും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സിയിൽ തന്നെ ഒരു 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മയണൈസാണ്. ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഒരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ബ്രെഡാണ് വേണ്ടത്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അരികൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അരിക് മാത്രം നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഡേറ്റ് നോക്കി നല്ല ക്വാളിറ്റിയുള്ള സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞു പോവാതേക്ക് ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രെഡ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി കോല് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. 3 ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങനെ വിട്ടൊന്നും പോവില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ സൂക്ഷിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസ് കുറച്ച് ടേസ്റ്റിയും അതുപോലെ ഒന്ന് സ്പൈസി ആക്കി എടുക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ തന്തൂരി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്തൂരി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങളുടെ അടുത്ത് ഏത് ഉള്ള മസാല ആയാലും അതിലേക്ക് ചേർക്കാം കേട്ടോ. ചിക്കൻ മസാലയോ അതോ ഗരം മസാല ചേർത്താലും മതി. ഇനി നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു അറബിക് മസാലയോ തന്തൂരി ഉണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർത്താലും മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മയണൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ മയണൈസ് പ്രത്യേക ഒരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും അതുപോലെ ചിക്കനും അതുപോലെ ക്യാബേജും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഓൾറെഡി ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കാത്തത്. അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ഒന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. സ്പൈസി അല്ലാത്ത ഒരു ടേസ്റ്റാണ് ഇതിന് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൈസി ആയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ചതുരാകൃതിയിലുള്ള ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഒരു ബ്രെഡിൻ്റെ പുറത്തേക്ക് ഞാൻ സാധാരണ മയണൈസാണ് തേച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് അടുത്ത ഷീറ്റ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ മിക്സാണ്. അപ്പോൾ അതും ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡ് പീസ് കൂടി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്പൈസി മയണൈസ്. അപ്പോൾ മയണൈസ് സ്പൈസി ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർത്താലും മതി, കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷവർമ ഒന്ന് റോൾ ചെയ്യില്ലേ, അതുപോലെ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് സൂക്ഷിച്ച് റോൾ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് മടക്കിയാൽ തന്നെ അത് കിട്ടും, വിട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിസ് റോളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു 4 മുറിച്ചിട്ട് സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഒന്ന് മുറിച്ചെടുക്കുകയാണ്.
അപ്പോൾ ദാ ഇതിൻ്റെ ഉള്ളു ഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ജ്യൂസി സാൻഡ്വിച്ച് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നല്ല ജ്യൂസി ആയിരിക്കും. നമ്മൾ 3 ലെയറിൽ മയോണൈസൊക്കെ തേച്ചത് കൊണ്ട് തന്നെ. പിന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് സ്പൈസി ആയിട്ട് എടുക്കാം, അല്ലാതെയൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയാസിനൊക്കെ അനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.